ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഐസിൻ്റെ റെസിപ്പിയാണ്. ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഐസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്നൊരു സംഭവമാണല്ലേ. ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി വഴക്ക് കേട്ടിട്ടുണ്ട്, മേടിക്കരുതെന്നും പറഞ്ഞ് വഴക്ക് കേട്ടിട്ടുണ്ട്. എന്നാലും ആ സൈക്കിളിൽ ഐസുകാരൻ വരുമ്പോൾ നമ്മൾ പോയിട്ട് മേടിക്കും. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് നല്ലതല്ലേ. നമുക്കന്ന് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. ആദ്യം ഞാനിവിടെ ഉണ്ടാക്കുന്നത് സേമിയയുടെ ഐസാണ്, അതായത് പാൽ ഐസ്. അതിൽ സേമിയയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അതിനായിട്ട് ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പാൽപ്പൊടിയുടെ കട്ടയൊക്കെ പോയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയ എടുത്തിട്ട് ഒരു പാനിലിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി നമുക്കിത് പാലിലിട്ട് തിളപ്പിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒരു കളറ് മാറി വരണം. ഇപ്പം നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയ ഈ പാലിൽ കിടന്ന് നമുക്ക് വെന്ത് കിട്ടണം. അതിനായിട്ട് ഒരു പാനിലോട്ട് വെച്ചിട്ട് മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുറുകി വരണം. കുറുകി വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് കുറുകി പോവല്ല. ഐസ്ക്രീമിൻ്റെ മോൾഡിലോട്ട് നമുക്ക് കോരി ഒഴിക്കാനുള്ള ഒരു പരുവത്തിന് ആയി കിട്ടണം. ഇപ്പോൾ ഏകദേശം ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഐസ്ക്രീമിൻ്റെ എസൻസാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാനൊരു സ്വല്പം ചേർത്ത് കൊടുത്തു. ഇതിവിടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഫ്ലേവറിലുള്ള ഫ്രൂട്ട് ഐസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീഡ് ഇല്ലാത്ത ഗ്രേപ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രേപ്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിൽ നിന്നുള്ള ജ്യൂസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഗ്രേപ്സ് ഞാനിതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഗ്രേപ്സ് മേടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, സീഡില്ലാത്ത ഗ്രേപ്സ് മേടിക്കാനായിട്ട്. ഇപ്പം ഞാനത് നല്ലതായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അരിപ്പയെ കൂടെ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തരിതരി എന്നുള്ളത് ഇത് കാണും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അതൊന്ന് പോകാൻ വേണ്ടി നമുക്ക് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഗ്രേപ്പ് ജ്യൂസ് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുക. മുന്തിരിങ്ങയുടെ പുളിക്ക് അനുസരിച്ചുള്ള മധുരം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒരു സ്വല്പം പുളിയും കൂടെ വേണം, എന്നാലും നമ്മൾ ഐസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഐസ് ഗ്രേപ്സിനുള്ള ജ്യൂസും റെഡി ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് മാംഗോ കൊണ്ടുള്ള ഐസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ജ്യൂസാക്കി അടിച്ചെടുത്തിട്ട് വരണം. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നല്ലതായിട്ട് അടിച്ചെടുത്തത്. ഈ മാങ്ങയിൽ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊത്തിരി വെള്ളം പോലെ ആവേണ്ട കാര്യമില്ല. ഏകദേശം ഇതുപോലെ ഒരു കുറുകയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ മാംഗോ ഐസിനുള്ള പൾപ്പും റെഡി ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ഓറഞ്ച് ഐസാണ്. അതിനുവേണ്ടി ഓറഞ്ചോ അല്ലെങ്കിൽ മൂസമ്പിയോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ട് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കണം. ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ചാറ് മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.
ഞാനിവിടെ 3 പിഴിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ സ്വല്പം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര പുളിയാണെങ്കിലും നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം ഞാനൊരു സ്വല്പം ഷുഗർ ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരമൊക്കെ എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനൊന്നും ഒരു കണക്കില്ല, നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ എനിക്ക് മോൾഡൊന്നുമില്ല, അതിന് പകരം പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് പകരം സ്റ്റീൽ ഗ്ലാസ് എടുക്കാം, ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഓരോന്നായിട്ട് നമ്മളിപ്പം ഓരോ ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു പാത്രത്തിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഗ്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ മറിഞ്ഞു വീണാലോ, അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഗ്രേപ്പ് ജ്യൂസ് ഇടുന്നതിന് മുന്നേ ഗ്രേപ്സിൻ്റെ പൾപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അതാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ ഗ്രേപ്സ് ജ്യൂസ് ഇട്ട് കൊടുക്കുക. ഇനി മറ്റുള്ള ഗ്ലാസും ഇതുപോലെ ഓരോ ഫ്ലേവർ മാംഗോയും അതുപോലെ തന്നെ ഓറഞ്ചും കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നെക്സ്റ്റ് മാംഗോ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്ലാസിൻ്റെ അടിയിൽ സ്വല്പം ഇതുപോലെ മാംഗോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 ഗ്ലാസ്സിലെല്ലാം ഫില്ലാക്കിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്യണം. ഞാനിവിടെ മൂടി വെക്കുന്നത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാണ് മൂടുന്നത്. അതിനുശേഷം ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം 4ലും ഇതുപോലെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഏകദേശം ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ വെക്കണം. ബാക്കി ഉണ്ടായിരുന്ന ഞാൻ ഇതുപോലൊരു ചെറിയ ട്രേയിലും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല, പെട്ടെന്ന് ഇളകി വരത്തില്ല. അപ്പോൾ കയ്യിൽ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകിപ്പോരും. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐസ് റെഡി ആയിരിക്കുകയാണ്. ഇത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. പാലൈസ് അതുപോലെ തന്നെ ഓറഞ്ച് ഗ്രേപ്സ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, കാണുമ്പം തന്നെ അടിപൊളിയല്ലേ സേമിയ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് സേമിയയും ഗ്രേപ്സും ആണ് കേട്ടോ. പണ്ട് മുതലേ ഞാൻ ഈ സൈക്കിളിൽ വരുന്നത് മേടിക്കുന്നത് ഈ സേമിയയും പാലൈസും മാത്രമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാമെങ്കിൽ നല്ലതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.